الدين الصفدي رضي الله عنه أبو البركات أيمن بن محمد المعروف بعاشق النبي ആശിഖുർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരുള്ള മഹാനെ കുറിച്ച് പറയുകയാണ്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, ഈ അബുൽ ബറക്കാത്ത് ആശിഖുൻ നബി ആരായിരിക്കാം? വഹുവ ഐമൻ ബിൻ മുഹമ്മദ് 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 14 മുഹമ്മദാ. 14 ഉപ്പമാരുടെയും പേര് മുഹമ്മദ് എന്നാണ്. അങ്ങനെ 14 വലിയുപ്പമാരുടെയും പേര് മുഹമ്മദ് എന്നുള്ള പേരക്കുട്ടിയായ ഐമൻ ബിൻ മുഹമ്മദ് എന്ന മഹാൻ അതാ ഇലൽ മദീന, മദീനയിലേക്ക് വരികയാണ്. ഹിജറ 734 വഫാത്താവുകയാണ്. മഹാനവറുകൾ മുത്തുനബി തങ്ങളുടെ ഹറമിൽ താമസിക്കുകയാണ്. മഹാനവറുകളുടെ ഒരു പതിവുണ്ട്. ആദ്യകാലം അങ്ങനെ ചിട്ടയുള്ള വലിയ ജീവിതമല്ല, പിൽക്കാലത്ത് നല്ല ആത്മീയതയുള്ള ജീവിതമാണ്. അങ്ങനെയുള്ള മഹാൻ ثم أناب بعد ذلك وأقلع وحج وألزم نفسه أنه في كل يوم എല്ലാ ദിവസവും മഹാനവറുകൾ ينشأ قصيدة يمدح بها سيدنا رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്ത് ഓരോ ദിവസവും പുതിയ പുതിയ ഓരോ കവിത ഹബീബിനെ കുറിച്ച് എഴുതുകയാണ്. അങ്ങനെ നീണ്ടകാലം അവിടെ കഴിഞ്ഞപ്പോൾ മഹാനവറുകൾ വിചാരിച്ചു, ഇനിയൊന്ന് നാട്ടിലേക്ക് തിരിക്കണം എന്ന് കരുതി. മൊറോക്കോയിലേക്ക് വരാൻ കരുതിയപ്പോൾ രാത്രി ഇങ്ങനെ കിടക്കുകയാണ്. മദീനയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങാൻ പോവുകയാണ്. അങ്ങനെ ഒരുങ്ങി തീരുമാനിച്ച് കിടക്കുമ്പോഴാണ് അതാ വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയാണ്. എന്നിട്ട് പറയുന്നു, യാ അബൽ ബറക്കാത്ത്, ഓ അബുൽ ബറക്കാത്തേ, ഐമൻ ബിൻ മുഹമ്മദ്, അബുൽ ബറക്കാത്ത് ഐമൻ ബിൻ മുഹമ്മദ് എന്നവരെ, കൈഫ തർളാ ബിഫിറാഖിനാ, നിങ്ങൾക്കെന്നെ വിട്ടുപോകാൻ എങ്ങനെയാണ് കഴിയുന്നത്? നിങ്ങൾക്ക് മദീന വിട്ടുപോകാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആശിഖുൻ നബി അബുൽ ബറക്കാത്ത് ഐമൻ ബിൻ മുഹമ്മദ് എന്നവർക്ക് ഹിജറ 734 വഫാത്തായ മഹാനവറുകൾക്ക് കഴിയുന്നില്ല. മദീനയിൽ നിന്ന് വിട്ടുപോകാനാവുന്നില്ല. അവിടെ തന്നെ താമസിക്കുകയാണ്, അവിടെ തന്നെ വഫാത്താവുകയാണ്. അല്ലാഹ്, മഹാന്മാര് ജീവിതകാലത്ത് മദ്ഹ് ചൊല്ലിയിട്ട് ആ മദ്ഹിന്റെ പൊരുത്തം ഹബീബിൽ നിന്നവർക്ക് സ്വപ്ന ദർശനത്തിലൂടെ ലഭിച്ചുപോയി. അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ ഹബീബ് തങ്ങളുടെ മഹത്വം പറയുമ്പോ ജീവിതകാലത്ത് തന്നെ മുത്തുനബി തങ്ങളുടെ പൊരുത്തം ഞങ്ങൾക്കറിയാൻ ഒരുപാട് അവസരങ്ങൾ മനാമിലും അല്ലാതെയും ഞങ്ങൾക്കു നീ നൽകണേ റഹ്മാനേ.